വണക്കം. എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനർ പടമാണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അവസാനം തന്നെയാണ്. അത് കുറച്ച് ശോകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു പടത്തെ കൊണ്ട് അവസാനം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കിടിലം പടം തന്നെയാണ്. നമുക്ക് തിയേറ്ററിൽ പൊട്ടിച്ചിരിയുടെ ഒരു മേളമായിരുന്നു കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോയ ഓഡിയൻസിന് നമ്മൾ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ, കാരണം ഓരോ ചിരിക്കാനേ ഉള്ളൂ. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും അവസാനം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ചിരിക്കാൻ മാത്രമേ ഉള്ളൂ ആ പടം. നമുക്ക് സത്യം തിയേറ്ററിൽ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അതൊരു ഓളമായിരുന്നു കേട്ടോ. കല്യാണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കല്യാണ ആലോചന അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു പരിപാടിയാണ്. ഇപ്പം ചെറിയൊരു പരിപാടിയാണ്. 2 മണിക്കൂർ 3 മിനിറ്റോ 4 മിനിറ്റോ ഉള്ളൂ പടത്തിൻ്റെതായിരിക്കും. പക്ഷേ അത് ഒരു സിമ്പിൾ പ്ലോട്ടിനെ അത് രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അത് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. അവസാനമാണ് നല്ല മൂഡിൽ വരുമ്പോൾ അവസാനം കൊണ്ട് നശിപ്പിച്ചളഞ്ഞു, അത്രയേ ഉള്ളൂ. അത് സിനിമ വർത്ത് തന്നെയാണ്. നമുക്ക് പെർഫോമൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് വിനീത് ശ്രീനിവാസൻ. ഫസ്റ്റ് തന്നെ പറയാം, അങ്ങേര് അഴിഞ്ഞാടി കാരൻ്റെ ഒരു ഷോ തന്നെയായിരുന്നു ആ ഒരു സിനിമയിൽ. ഓക്കെ, വിനീത് ശ്രീനിവാസൻ അങ്ങേര് തകർത്ത്, സത്യം അങ്ങനെ തകർത്ത് ആ ഒരു പടത്തെ ഞാൻ കിടിലമായി കളഞ്ഞ്. പിന്നെ ബ്രാൻഡ് ഔട്ട് ഒരു കിടിലൻ പടം. അഭിനയിച്ച എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിനീതേട്ടനെ സത്യം അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവസാനം കൊണ്ട് എനിക്ക് അവസാനം ഇതായില്ല, എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാം, കൊടുത്ത പൈസയ്ക്ക് മുതലാവും. ഓക്കെ, ചിരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. അത് ചിരിക്കാൻ ഒരുപാടുണ്ട്. നേരെ തിയേറ്ററിൽ വിട്ടോ മക്കളെ, അടിപൊളി പടവും. ഓക്കെ, അവസാനം മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവസാനം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു കിടലൻ പടം തന്നെയാണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഓക്കെ.